ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കോവൽ നട്ടിട്ട് ഇപ്പോൾ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ കമ്പൗണ്ട് നട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 3-4 ഇല ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ പന്തലിടണം. അപ്പം തറയിലാണ്, ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ താഴെയാണ് പന്തലിടുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കറക്റ്റ് വലിയ പന്തലൊക്കെ ഇടാതെ വെച്ചത്. അപ്പോൾ ഇന്ന് താഴെയല്ല അത് പടർത്തുന്നത്, ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വലിയ നീളത്തിലൊരു കയറ് കെട്ടി മുകളിലോട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വലുതായിട്ട് ഒരു ടെറസിൻ്റെ മുകളിൽ എത്തുന്നതിന് ഒരാഴ്ചയൊക്കെ പിടിക്കും ടെറസിൻ്റെ മുകളിൽ എത്താൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടെറസിൻ്റെ മുകളിൽ വലിയ പന്തലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം നമുക്ക് ടെറസിൻ്റെ മുകളിലോട്ട് പടർത്താനായിട്ട് ഒരു കയറൊക്കെ വെച്ച് നമുക്ക് കെട്ടി റെഡിയാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോവൽ. ഇപ്പോൾ ഏകദേശം ഒരു 4-5 ഇല ആയിട്ടുണ്ട്. വള്ളി ഇതാ ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇതാണ് ഇനി നമുക്ക് ടെറസിൻ്റെ മുകളിലോട്ട് പടർത്താനുള്ളത്. ഇപ്പോൾ ഇവിടെയാണ് പടർത്തുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പന്തലിപ്പം തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ടെറസിൻ്റെ മുകളിലോട്ട് ആയതുകൊണ്ട് ഇന്നിപ്പോൾ പന്തലിടേണ്ട ആവശ്യമില്ല. ടെറസിൻ്റെ മുകളിലോട്ട് കൊടുക്കാനായിട്ട് ഒരു കയറ് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിപ്പം വളർന്നങ്ങ് എത്താൻ എന്തായാലും ഒരാഴ്ച കൂടുതലാവും. അപ്പോഴത്തേക്ക് പന്തലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പം ടെറസിൻ്റെ മുകളിൽ എത്താനുള്ള സമയം കഴിഞ്ഞ്, കാരണം ഇത് രണ്ടാമത്തെ ഇത് പൊട്ടിക്കിളിച്ചത്. ആദ്യം പൊട്ടിക്കിളിച്ച് ഒരു ഏകദേശം ഇത്ര ആയില്ല, ഇതിനൊരു പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ അല്ല വെച്ചത്, വേറെ സ്ഥലത്താണ് വെച്ചത്. അപ്പം പകുതി ആയപ്പം ഈ ടെറസിൻ്റെ മുകളിലോട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചതാണ്. പിറ്റേന്ന് നോക്കിയപ്പോൾ എലിയങ്ങണ്ടാണെന്ന് തോന്നുന്നു അത് ഒടിച്ചിട്ടേക്കുന്നു, കുത്തിക്കളച്ച് ഒടിച്ചിട്ടേക്കുന്നു. അപ്പോൾ എന്തായാലും കമ്പിന് പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഉറപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പോകുമെന്ന് വിചാരിച്ചതാണ്, പോയില്ല. അത് പെട്ടെന്ന് വീണ്ടും കിളിച്ചതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് മുകളിലോട്ട് പടർത്താനായിട്ട് പോകുന്നത്. അപ്പം ഇതാണ് കമ്പ്. ഇത് കമ്പിന് പടർത്തേണ്ട ആവശ്യമില്ല. ഈ കമ്പ് എന്ന് വെച്ചാൽ കയറ് കിട്ടാനായിട്ട് വേണ്ടി മാത്രം മതി. അപ്പോൾ നമുക്കിതിലോട്ട് കുത്തി കൊടുക്കാം ആദ്യം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഗ്രോ ബാഗിൽ നിറച്ചേക്കുന്നത് മണ്ണുണ്ട്, പിന്നെ ചാണകം, പിന്നെ പായൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചകിരിച്ചോറൊന്നും ഇട്ടിട്ടില്ല. ഒരു ഇട്ടോന്ന് അറിയാൻ വയ്യ, ഇട്ടെങ്കിൽ തന്നെ ഒരു പിടിയങ്ങാണ്ട് ഇട്ട് കാണത്തുള്ളൂ. പിന്നെ എല്ലുപൊടി, വേപ്പം പിണ്ണാക്ക് അതെല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് മണ്ണ് നല്ല ഇളവി കിടക്കേണ്ട, കുത്തിയപ്പോൾ തന്നെ അങ്ങ് താന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഇതിനകത്തൊരു കയറ് കെട്ടിയിട്ട് മുകളിലോട്ട് കൊടുക്കാം. ഈ വള്ളി ഇതിനകത്ത് കെട്ടി കൊടുക്കാം. ഇതും ഇനി എലി തള്ളിയിടുമെന്ന് അറിയത്തില്ല. ഇനി ഇടുകയാണെങ്കിൽ ഈ സ്ഥലം മാറ്റണം, ഗ്രോ ബാഗ് വെക്കുന്ന സ്ഥലം മാറ്റിയിട്ട് വേറെ വെക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ കെട്ടി ഇനി നമുക്ക് ടെറസിന് മുകളിലോട്ട് കൊടുക്കണം. ടെറസിൻ്റെ മുകളിൽ കൊടുക്കാനായിട്ട് ടെറസിൻ്റെ മുകളിൽ തന്നെ ഒരു കയറിങ്ങനെ വലിച്ചു നീട്ടി കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ടെറസിന് ഏറ്റവും മുകളിൽ അറ്റത്തെ കയറിനകത്ത് കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഇട്ടേക്കാണ്. അത് നമുക്കിങ്ങനെ താഴോട്ട് ഇറക്കിയിട്ട് പിന്നെ അത് മുകളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി തക്കാലം ഇവിടെ ഒരു കയറിനകത്ത് കെട്ടി വെച്ചേക്കാം. ഇനി അതും നമ്മളിപ്പോൾ കെട്ടിയ കയറും കൂടെ ചേർത്ത് കെട്ടണം. നമുക്ക് ഇതിനകത്ത് കെട്ടിയ കയറ് ഇതെടുക്കാം. മുകളിൽ നിന്ന് ടെറസിൽ നിന്ന് ഇറക്കി വയ്ക്കുന്ന ഈ കയറിൽ കൂടെ കെട്ടി കൊടുക്കാം. അത്യാവശ്യം വലിച്ചു തന്നെ കെട്ടണം. വള്ളി അവിടെ നിന്ന് നേരെ ടെറസിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യം നമുക്ക് ചെയ്യാൻ എളുപ്പം. അപ്പോൾ നേരെ അങ്ങ് പോകുമ്പോഴത്തേക്ക് കുറച്ച് കോവൽ വളർന്നും കിട്ടും. പിന്നെ നമുക്ക് പടർത്താനായിട്ട് ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നിന്നേ പടർത്തേണ്ട ആവശ്യമില്ലല്ലോ, നേരെ അങ്ങ് പോയിട്ട് അവിടെ നിന്ന് പടർത്തിയാൽ മതി. ഇനി നമുക്കിത് പടർത്തി കൊടുക്കാം. ഇതിനകത്തൊക്കെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ പടർത്താറുള്ളതാണ്. ഈ വള്ളിയിലോട്ട് കയറ്റി വിട്ട് കൊടുക്കാം.
കോവൽ ടെറസിലോട്ട് പടർത്തി വിട്ടിട്ടുണ്ട്. ഇത് എളുപ്പമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് എങ്ങനെ ഞാൻ ഇനി ടെറസിൻ്റെ മുകളിലോട്ട് എത്തിക്കൊന്നെങ്കിൽ ചിന്തിച്ചോടെ ഇവിടുന്നേ പടർത്തി കൊടുക്കും, പന്തലൊക്കെ ഇട്ട് 2-3 കയറൊക്കെ കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെയും ചിന്തിച്ച് അങ്ങനെ വേണ്ട, ഒറ്റ കയറ് മതി. ഇനി ഇതിൽ ശിഖരവണ്ണം വേറെ എക്സ്ട്രാ പിന്നെ വരുന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഇതിൽ തന്നെ കെട്ടാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കയറും കൂടെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് നേരെ അങ്ങ് ചെല്ലുന്ന സമയം കൊണ്ട് കുറച്ചുകൂടെ വലുതും ആവും, നമുക്കിവിടെയൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. നേരെ ടെറസിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ പിന്നെ ബാക്കി പടർത്തി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ പിന്നെ തൊഴിച്ച് കൊടുക്കുന്നത് കഞ്ഞിവെള്ളവും വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പച്ചച്ചാണകം കിട്ടത്തില്ല, കിട്ടുന്നുണ്ടെങ്കിൽ പച്ചച്ചാണകം ഇട്ട് കൊടുക്കും. ഇപ്പോൾ പച്ചച്ചാണകം കയ്യിലില്ലാത്തതുകൊണ്ട് ഉണക്കച്ചാണകം തന്നെ പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ചിട്ട് അത് പുളിപ്പിച്ചിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വളം ഇടണം. അപ്പോൾ വളം ഇട്ട് കുറച്ചും കൂടെ ഇത് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പടർത്തി ഇപ്പം ഇനി വളം ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഇടയ്ക്ക് ഞാൻ ഇതിനകത്ത് അത്യാവശ്യം എല്ലാം ചേർത്തിട്ടാണ് നട്ടത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പം നല്ലപോലെ പടർത്തി വിട്ടിട്ടുണ്ട്. ഇനി മുകളിൽ ചെല്ലുമ്പോൾ ബാക്കി പടർത്തണം. അപ്പോൾ ഇനി മുകളിൽ ടെറസിൻ്റെ മുകളിൽ ചെന്നതിന് ശേഷം ബാക്കി വള്ളിയൊക്കെ കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.